നമസ്കാരം അഡ്വക്കേറ്റ് പ്രശാന്ത് കുറുപ്പ്. നമസ്കാരം. സർ, ഒരു കേസിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്തയാളെ മർദ്ദിക്കുന്നത് ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് കേരള ഹൈക്കോടതി, പോലീസുകാരുടെ ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല, ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഏതൊരു സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം വന്നിരിക്കുന്നത്? ഈ മർദ്ദിതരായ അല്ലെങ്കിൽ പ്രതികളെ, സാധാരണക്കാരെ പോലീസ് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസ് സേനയിലുണ്ട്. അത് കാലാകാലങ്ങളായി ഉള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് നമ്മൾ പലപ്പോഴും ഈ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പോലീസ് മർദ്ദനത്തിൽ പരിക്കുപറ്റിയവരുടെയും വളരെ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയവരുടെയൊക്കെ കഥകൾ നമ്മൾ കേസുകളായും സംഭവ വികാസങ്ങളായും ഒക്കെ നമ്മൾ മാധ്യമങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ കേസ് 2008 ജൂലൈ മാസത്തില് ഒരു ഡെയ്സി വത്തായി എന്ന ഒരു വനിതയെ പൊതുസ്ഥലത്ത് അപമാനിച്ചു എന്നുള്ള പരാതിയിൽ നിലമ്പൂർ സ്വദേശിയായ ഒരു അനീഷ് കുമാറിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തുകയും ഈ അനീഷ് കുമാറിനെ അന്നേ ദിവസം വൈകുന്നേരം വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അന്ന് ഈ കേസിലെ മർദ്ദനത്തിനിരയായ അനീഷ് കുമാർ പോലീസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ഒന്നും തന്നെ നീതി കിട്ടാതെ വന്നപ്പോൾ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അതിന്റെ വിചാരണാ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഈ എസ് ഐ, ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന എസ് ഐ അലവി എന്നാണ് അയാളുടെ പേരെന്ന് തോന്നുന്നു, ആ എസ് ഐ ഈ തനിക്കെതിരെയുള്ള അല്ലെങ്കിൽ തനിക്കെതിരെ അനീഷ് കുമാർ കൊടുത്തിരിക്കുന്ന കേസ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണെന്നും അതിനാൽ തനിക്ക് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായതിനാൽ തനിക്കെതിരെ പ്രോസിക്യൂഷന് മുൻകൂർ അനുമതി മേടിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ആ ഹർജിയിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ബാബുവിന്റെ ഒരു സുപ്രധാനമായ നിരീക്ഷണവും വിധിയും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾ പോലീസ് മർദ്ദനത്തിനിരയാവുമ്പോൾ പലപ്പോഴും അവർ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പരാതി കൊടുക്കും. അതിനകത്തിൽ പകുതിയോളം ആളുകൾ കോടതിയെ സമീപിക്കും. പക്ഷെ പലപ്പോഴും അവർ മുൻകൂർ അനുമതി വാങ്ങാതെയായിരിക്കും, സാങ്ഷൻ വാങ്ങാതെയായിരിക്കും പലപ്പോഴും കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകുന്നു. ചില അഭിഭാഷകർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇത് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വിധിന്യായങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പലപ്പോഴും സാങ്ഷൻ ഇല്ല എന്നുള്ളതിന്റെ പുറത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഈ സുപ്രധാന വിധിയോടുകൂടി സാങ്ഷൻ വേണം, ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി ഒരാളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ മർദ്ദിക്കുന്നതോ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധി വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതും ഇത് കേരളത്തിലെ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പാഠമായി, സത്യത്തിൽ പോലീസ് അക്കാഡമിയിൽ ഈ ജഡ്ജ്മെന്റിനെ പറ്റി വളരെ വ്യക്തമായി ഒരു ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്ത് DGP അടക്കമുള്ള അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവികളടക്കം 7 ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ ഇതുകൊണ്ടൊന്നും പോലീസ് മര്യാദയാകുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന വിധിയാണ്. ഇത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന വിധിയാണ്. ഇത്തരത്തിൽ പല കോടതികളിൽ കെട്ടിക്കിടക്കുന്ന, സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന കേസുകൾ
ഇത് പൊതുജീവൻ വെക്കുകയും ഇത്തരം കേസുകൾ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെങ്കിലും ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്. എനിക്ക് തോന്നുന്നു ഈ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതും കോടതി വിലക്കിയിട്ടുണ്ട്. ഈ ശാരീരിക പീഡനത്തെക്കാൾ ട്രോമ ഉണ്ടാക്കുന്നതാണല്ലോ അല്ലെ? ഈ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള തെറിവിളിയും ചീത്തവിളിയും ഒക്കെ കേൾക്കുന്നവർക്ക് അത് ഉണ്ടാക്കുന്ന മാനസികാഘാതം വളരെ വലുതായിരിക്കും. മറ്റൊന്ന്, താങ്കൾ ആദ്യം പറഞ്ഞു കുറച്ച് പോലീസുകാർ ഉണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ കസ്റ്റഡി മർദ്ദനത്തിൽ ആനന്ദം കണ്ടെത്തുകയും ഇത്തരത്തിൽ ചീത്ത വിളിക്കുന്നതിലും തെറി വിളിക്കുന്നതിലൊക്കെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവർ കുറച്ചു പേരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പോലീസിലെ ഈ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്തകൾ ഒരുപക്ഷെ നമ്മൾ പരസ്പരം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. ഇതൊക്കെ ഈ പോലീസിലെ സത്യസന്ധരായ മറ്റുള്ളവരുടെ മൊറലിനെ ബാധിക്കില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല താങ്കൾ പറഞ്ഞു ഇതൊക്കെ റൂളും ചട്ടവും ഒക്കെ നേരത്തെ ഉള്ളതാണ്, ഹൈക്കോടതി ഇത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കൽ കൂടി പോലീസ് അക്കാദമിയിൽ ഇതൊരു പാഠ്യപദ്ധതിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗമാക്കണം. മാത്രമല്ല ഈ DGP ഉൾപ്പെടെയുള്ളവർ ഇത് കുറച്ചുകൂടി കർക്കശമായി ഇതെല്ലാം നിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു രീതി കൊണ്ടുവരണമെന്നും പറഞ്ഞു. എന്നിട്ടും താങ്കൾ പറഞ്ഞ മറ്റൊരു വാചകം, ഇതൊന്നും കൊണ്ട് ഇവർ മര്യാദ പഠിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് പൊതുസമൂഹം ചെന്നെത്തിപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഇതുണ്ടാക്കുന്ന ഒരു മൊറലിന് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. മാത്രമല്ല പൊതുസമൂഹത്തിനും ഇവരിങ്ങനെയൊക്കെ പോകും എന്ന് ഒരു പക്ഷെ പൊതുസമൂഹം അങ്ങനെ മൊത്തത്തിലൊന്ന് ഇവർക്ക് വേണ്ടി ഇവർക്ക് ചാർത്തി കൊടുത്തൊരു പട്ടം, അതെങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്? നമുക്കറിയാം, ഈ സമർത്ഥന്മാരായും കഴിവുള്ളവരും പൊതുജനങ്ങളോട് വളരെ മാന്യമായി ഇടപഴകുന്നവരും അഴിമതിയുടെ കറയില്ലാത്തവരുമായ ഒരു 40% ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിലുണ്ട്. അത് നമുക്ക് അത് പോലീസ് സേനയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും ഈ അത്തരത്തിലുള്ളവർക്ക് ലോക്കൽ പോസ്റ്റിംഗ് കിട്ടുന്നില്ല. പലപ്പോഴും അവര് ജോലി ചെയ്യുന്ന ക്രൈം ബ്രാഞ്ച്, വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, നർക്കോട്ടിക് സെല്ല്, ഇതുപോലുള്ള യൂണിഫോം ഫോഴ്സ് അല്ലാത്ത പോലീസിന്റെ ഭാഗത്തിലായിരിക്കും അവർ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇത്. പോലീസ് സേനയുടെ ഒരിക്കലും മൊറലിനെ ബാധിക്കില്ല. കാരണം ഇത് നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ ഒരിക്കൽ മർദ്ദനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ SI ആയിരിക്കുമ്പോൾ തൊട്ട് മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് CA ആവുമ്പോഴും DYSP ആവുമ്പോഴും SP ആവുമ്പോഴും എല്ലാം മർദ്ദനം നടത്തുന്നത്. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഴയ ക്രിമിനൽ നടപടി നിയമം 197 പ്രകാരം ഈ ഔദ്യോഗികമായ ഒരു പരിരക്ഷ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ സാങ്ഷൻ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഈ 197 വ്യാഖ്യാനിച്ചുകൊണ്ട് ആയിരുന്നു പലപ്പോഴും ഇതുവരെ അവരെ തങ്ങളുടെ ഈ കേസ് എടുക്കാൻ പോകുമ്പോൾ ഇത് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിഫൻസുമായിട്ടായിരുന്നു രംഗത്ത് വരുന്നത്. പക്ഷെ അതിനാണ് ഒരു താൽക്കാലിക വിരാമം എന്നെങ്കിലും, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയാറായിട്ടില്ല, പക്ഷെ ഒരു താൽക്കാലിക വിരാമമായി ഈ കേസ് മാറുന്നത്. നമുക്കറിയാം, കേരളത്തിൽ നടന്നിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ, കേരളത്തിൽ നടന്നിട്ടുള്ള കസ്റ്റഡി കൊലപാതകങ്ങൾ, കേരള പോലീസ് പലപ്പോഴും നടത്തിയിട്ടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ പോലീസ് സേനയുടെ അന്തസ്സിന് ഒരുപാട് മാനക്കേട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പോലീസ് ട്രെയിനിങ് കോളേജിലെ പോലീസ് അക്കാഡമിക്ക് ഒരു പങ്കുണ്ട്. കാരണം ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് പോലീസ് നമ്മളുമായിട്ട് അടുപ്പമുള്ളവർ തന്നെ പോലീസ് അക്കാഡമിയിൽ കൂടെ പഠിച്ചവരും ഒക്കെ പോലീസ് അക്കാഡമിയിലെ SI പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ശരീരഭാഷ മാറുന്നു, അവരുടെ രൂപം മാറുന്നു, അവരുടെ ഭാവങ്ങൾ മാറുന്നു. കാരണം അവരെ അവിടുന്ന് പഠിപ്പിക്കുന്നത് ആർക്കെതിരെയും, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിചാരിച്ചാൽ ആർക്കെതിരെയും കേസെടുക്കാം. പിന്നെ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഒരു അബദ്ധം പറ്റിയാൽ, ഒരാളെ മർദ്ദിച്ചു, നാട്ടുകാർ കണ്ടു, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള നാളെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നിയാൽ അവർ ഒരു വകുപ്പൂടെ അതിനകത്ത് ചേർക്കും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു വകുപ്പൂടെ അങ്ങ് ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സെൽഫ് ഡിഫൻസിലേക്ക് അവർക്ക് പോകാൻ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു പ്രതിയെന്ന് സംശയിച്ച ഒരാളെ പിടിക്കാൻ പോയത് ഗുണ്ടാ സംഘത്തെയും കൊണ്ടാണ് പോയത്. നമ്മൾ അടുത്ത സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഈ ഗുണ്ടാ സംഘത്തെയും കൊണ്ട് ഒരു സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ, ചെറുപ്പക്കാരനായ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും SI പരിശീലനം പൂർത്തിയാക്കിയ ഒരു സബ് ഇൻസ്പെക്ടറും ഒരുപറ്റ സാമൂഹ്യ വിരുദ്ധന്മാരുമായി ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ച് ഈ ഗൃഹനാഥനെ മർദ്ദിച്ചിട്ട്, ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചു പിടിച്ചുകൊണ്ടുപോയി. ഏതാണ്ട് കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾ പ്രതിയല്ല എന്ന് മനസ്സിലാക്കി വഴിയിൽ ഇറക്കി വിട്ടിട്ട്, വണ്ടിക്കൂലിക്ക് പൈസ പോലും കൊടുക്കാതെ വഴിയിൽ ഇറക്കി വിട്ട് പോയി. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, കളങ്ക പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊരു താക്കീതാണ്.
ഇത്തരത്തിലുള്ള തീർച്ചയായും നിയമപരമായ ബഹുഭൂരിപക്ഷത്തിനെ സംരക്ഷണം അവർക്ക് ഇത് ബാധിക്കില്ല. പക്ഷേ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള കുറച്ചു പേർക്കെങ്കിലും ഇതൊരു താക്കീതാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി സർ. താങ്ക് യു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.